വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പോൾ SDP-യുടെ പിന്തുണയെക്കുറിച്ചും PDP-യുടെ പിന്തുണയെക്കുറിച്ചും RSSൻ്റെ പിന്തുണയെക്കുറിച്ചും മൗനമാണ് ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി നിങ്ങൾ ഈ പാർട്ടിക്കാരനാണല്ലോ, പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം വായിക്കണം. പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്നത് STPI എക്സ്ട്രീം ഔട്ട്ഫിറ്റാണെന്നാണ്, തീവ്രവാദ സംഘടന എന്നാണ് CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി വായിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചു തരാം. പാർട്ടി കോൺഗ്രസ്സിലെ ആ ഖണ്ഡിക ഞാൻ അയച്ചു തരാം. STPI തീവ്രവാദ സംഘടനയാണെന്ന് CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാപഢ്യമോ നിൻ്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരവിടെ. പിന്നെ എന്തു പാർട്ടി കോൺഗ്രസ്സാണ്? എന്തു പാർട്ടിയാണ്? 4 പതിറ്റാണ്ട് കാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ അല്ലെങ്കിൽ CPM-ൻ്റെ കൂടെ ഈ ജമായത്ത് ഇസ്ലാമി ഉണ്ടായിരുന്ന 4 പതിറ്റാണ്ട് അവരെ തോളയിൽ വെച്ചുകൊണ്ട് നടന്നാണ് CPM. അപ്പോൾ അവർ മതേതരവാദികളായിരുന്നു. 2019 മുതൽ അവരുണ്ടാക്കിയ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ എങ്ങനെ വർഗീയവാദിയായി അവർ? അദ്ദേഹം പിന്നെ പറഞ്ഞു RSSുമായിട്ട് ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായില്ലെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ജോണി ലൂക്കോസ് മനോരമയുടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ RSSുമായി ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടില്ല. അതാണ് അവസരവാദം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഞങ്ങൾ തെളിവുകൾ സഹിതം ഞങ്ങൾ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ മതേതരവാദം ഞങ്ങൾ പൊളിച്ചതാണ്. മുഖ്യമന്ത്രി ഒരു ദിവസം പറഞ്ഞു ജമായത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഞാനപ്പോൾ വീഡിയോ ക്ലിപ്പ് കാണിച്ചു. ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അവർ നല്ല സംഘടനയാണ്, അവർ മതേതര നിലപാടുള്ള സംഘടനയാണെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ അപ്പോൾ ജമായത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് മുഖ്യമന്ത്രി. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്താണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഭീകരവാദ സംഘടനയായി തോന്നിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ പരിഹാസ പരാമർശങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. 40 വർഷക്കാലത്തോളം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജമാഅത്തെ ഇസ്ലാമിയെ തങ്ങളുടെ തോളിലേറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു, അഥവാ തലയിലേറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഈ 40 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിയുമായി ചെങ്ങാത്തം കൂടി നടന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമി CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായിരുന്നില്ല എന്നുള്ളത് വിചിത്രം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ നൽകുന്നു എന്നൊക്കെ തരത്തിലുള്ള അഭിപ്രായങ്ങളും ആരോപണങ്ങളുമായി പിണറായി വിജയനും CPM-ഉം രംഗത്തിറങ്ങിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് ആ സംഘടന വ്യക്തമാക്കട്ടെ. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും വോട്ടുകൾ ഞങ്ങൾ സ്വീകരിക്കില്ലെന്നോ അല്ല എന്നുണ്ടെങ്കിൽ ആരുടെയും വോട്ടുകൾ വേണ്ട എന്നുള്ളത് പറയേണ്ട സന്ദർഭത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. SDPI എന്ന സംഘടനയുടെ വോട്ട് നേടി അല്ലെങ്കിൽ അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനുമെല്ലാം ഇടതുപക്ഷത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് അറിയപ്പെടുന്ന ഈ നേതാക്കന്മാർ SDPI-യുമായി ചെങ്ങാത്തമുണ്ടാക്കിയിട്ട് UDFന് ജമാഅത്തെ ഇസ്ലാമിയുമായി ഇപ്പോൾ ചെങ്ങാത്തമുണ്ട്, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുമായാണ് UDFന് ചെങ്ങാത്തം എന്നാണ് ഇപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും തുറന്നടിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായ പാപ്പരത്തം എന്നല്ലാതെ ഇതിന് എന്താണ്, എങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്നുള്ളത് തനിക്കറിയില്ല എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. 40 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടി നടന്നവർ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ച് ജയിച്ചവർ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDFനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നു. ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് പറയുന്നു. ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ്. അതായത് പിണറായി വിജയനോടൊപ്പവും CPM-നോടൊപ്പവും ഇടതുപക്ഷത്തോടൊപ്പവും ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി നല്ല സംഘടനയാണ്, അവർക്ക് യാതൊരു തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമില്ല എന്നുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി ഇക്കുറി UDFന് പിന്തുണ കൊടുക്കും എന്നുള്ള നിലപാട് പറഞ്ഞു കേൾക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയായി മാറുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ തീവ്രവാദ ന്യൂനപക്ഷ സംഘടനയിൽ ഒരു സംഘടനയായി മാറുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് പിണറായി വിജയൻ പറയുന്നത് ഇരട്ടത്തപ്പാണ്. ഇത് അധികാരമോഹത്തിന്റെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് VD സതീശൻ തുറന്നടിച്ചത്. മുൻപൊരിക്കൽ RSSന്റെ പിന്തുണയോടുകൂടി തന്നെ മത്സരിച്ച് ജയിച്ചവരാണ് CPM-കാർ എന്നുകൂടി VD സതീശൻ പറയുന്നു. തന്റെ പക്കൽ ഇതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയന് അത് താൻ അയച്ചു തരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ പബ്ലിക്കായി തനിക്ക് അല്ലെങ്കിൽ പരസ്യമായി അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ തനിക്ക് മടിയില്ല എന്ന് തന്നെയാണ് VD സതീശൻ പറഞ്ഞത്. RSSന്റെ സഹായം തെരഞ്ഞെടുപ്പ് വേളയിൽ തേടിയിട്ടുണ്ട് എന്നുള്ളത് MV ഗോവിന്ദന്റെ പ്രസ്താവന ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ കിട്ടും എന്ന് തന്നെയാണ് VD സതീശൻ പറഞ്ഞത്.
SDPIയെ തള്ളി പറയാൻ ഇപ്പോഴും പിണറായി വിജയനോ MP ഗോവിന്ദനോ തയ്യാറാകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി UDFനുള്ള ബന്ധം അവർ വ്യക്തമാക്കട്ടെ, അങ്ങനെയെന്നാൽ ഞങ്ങൾ SDPIയുമായുള്ള ബന്ധം വ്യക്തമാക്കാൻ തയ്യാറാണ് എന്ന തലതിരിഞ്ഞ ഒരു നയമാണ് ഇപ്പോൾ MP ഗോവിന്ദൻ പറയുന്നത് എന്നാണ് VD സതീശൻ പറഞ്ഞത്. അതായത് സ്വന്തമായ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് മറ്റുള്ള പാർട്ടികളുടെ നിലപാടുകൾ പുറത്തു വരട്ടെ, അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയാം എന്ന് പറയുന്നത് എത്രത്തോളം വലിയ രാഷ്ട്രീയ പാപ്പരത്തമാണ് എന്ന് VD സതീശൻ തുറന്നടിക്കുന്നു. RSSുമായി ജമാഅത്തെ ഇസ്ലാമിയുമായും എല്ലാം കൂട്ടുചേർന്ന് ഭരണം നടത്തിയവർ അല്ലെങ്കിൽ അവരുടെ വോട്ട് നേടി അധികാരത്തിൽ വന്ന ആളുകളാണ് ഇപ്പോൾ കൃത്യമായി UDFനെ കോർണർ ചെയ്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി തീവ്രവാദ സംഘടനയുമായി UDF കൈകോർക്കുന്നു എന്ന് പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് VD സതീശൻ പറയുന്നത്. ഇത് രാഷ്ട്രീയപരമായ നാണക്കേട് തന്നെയാണ്. SDPI തീവ്രവാദ സംഘടനയാണ് എന്ന് നേരത്തെ CPMന്റെ തന്നെ രേഖകളിൽ ഉണ്ട്. അതായത് CPMന്റെ കമ്മിറ്റികളിൽ SDPIയുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബാന്ധവുമില്ല, അത് പാടില്ല, അവരെ അകറ്റി നിർത്തേണ്ട സംഘടന തന്നെയാണ് SDPI എന്ന് കൃത്യമായി പാർട്ടി നയരേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന CPM ഇപ്പോൾ എന്തുകൊണ്ടാണ് SDPIയെ തള്ളിപ്പറയാൻ തയ്യാറാകാത്തത് എന്നുകൂടി VD സതീശൻ ചോദിക്കുന്നു. ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ്. തന്റെ പക്കൽ ഇതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ട്, തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് പിണറായി വിജയനെയും MP ഗോവിന്ദനെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. VD സതീശൻ മാധ്യമ സമ്മേളനം നടത്തിയപ്പോൾ പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും SDPIയുടെ ബാന്ധവം ഉറപ്പിച്ച പിണറായി വിജയന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പോൾ SDPIയുടെ പിന്തുണയെക്കുറിച്ചും PDPയുടെ പിന്തുണയെക്കുറിച്ചും RSSന്റെ പിന്തുണയെക്കുറിച്ചും മൗനമാണ് ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി നിങ്ങൾ ഈ പാർട്ടിക്കാരനാണല്ലോ, പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം വായിക്കണം. പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്നത് SDPI എക്സ്ട്രീം ഔട്ട്ഫിറ്റ് എന്നാണ്, തീവ്രവാദ സംഘടന എന്നാണ് CPMന്റെ പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി വായിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചുതരാം. പാർട്ടി കോൺഗ്രസ്സിലെ ആ ഖണ്ഡിക ഞാൻ അയച്ചുതരാം. SDPI തീവ്രവാദ സംഘടനയാണെന്ന് CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാപഢ്യമോ നിന്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരവിടെ. പിന്നെ എന്തു പാർട്ടി കോൺഗ്രസ്സാണ്? എന്തു പാർട്ടിയാണ്? അപ്പോൾ ഇവിടെ എല്ലാ തീരുമാനവും എടുക്കും. അഖിലേന്ത്യാ കമ്മിറ്റിയൊക്കെ അതിൻ്റെ താഴെയാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. BJP കണ്ടില്ലേ, ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ബിഷപ്പുമാരുടെ വീട്ടിലും പോകും. എന്നിട്ട് ഇപ്പോൾ FCRI ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്, അമെൻമെൻറ്റ് ബില്ല്. വേണമെങ്കിൽ ആരാധനാലയങ്ങളും എല്ലാം ഏറ്റെടുക്കാം, സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റാവുന്ന അപകടകരമായ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള FCRI ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ഇപ്പം അന്ന് കൊണ്ടുവന്നില്ല. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അതിന് തിരിച്ചടിക്കുമെന്നത് കണ്ടാണ് തൽക്കാലം മാറ്റിയത്. അത് എപ്പോഴായാലും അതും വരും, ചർച്ച് ബില്ലും വരും. അപ്പോൾ ഇവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ ഇവിടെ വന്ന് പാവങ്ങളായിട്ട് അഭിനയിച്ച് കേക്ക് കൊണ്ടേ കൊടുക്കുകയും അവിടെ നല്ല പണി ഇങ്ങോട്ട് തരികയും ചെയ്യാം. ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും വേണമെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയാവുന്ന ബില്ലിലെ പ്രൊവിഷൻ വെച്ചിട്ടാണ് FCRI ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ BJPയുടെയും സംഘപരിവാറിൻ്റെയും CPMൻ്റെയും എല്ലാം യഥാർത്ഥ മുഖം മൂടി ഈ തെരഞ്ഞെടുപ്പിൽ അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അതിശക്തമായ മതേതര നിലപാട് സ്വീകരിച്ചിരിക്കുന്ന UDFനെ മതേതര കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. അല്ല, നിങ്ങളിത് അങ്ങനെ ചോദിക്കല്ലേ. 4 പതിറ്റാണ്ട് കാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ അല്ലെങ്കിൽ CPMൻ്റെ കൂടെ ഈ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്ന അല്ലല്ല, ഞാൻ ചോദിക്കുന്നതിന് മറുപടി, നിങ്ങൾ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണത്. കൈരളി TVക്കാർ പ്രകോപിപ്പിക്കാൻ പറ്റുകയാണ്. ഞാൻ പറയണ അല്ല, നിങ്ങൾ ഇടയ്ക്ക് കയറി ചോദിക്കല്ലേ. ഇടയ്ക്ക് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അതിന് കൃത്യമായ മറുപടി പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. 4 പതിറ്റാണ്ട് അവരെ തോളയിൽ വെച്ചുകൊണ്ട് നടന്നാണ് CPM. അപ്പോൾ അവർ മതേതരവാദികളായിരുന്നു. 2019 മുതൽ അവരുണ്ടാക്കിയ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ എങ്ങനെ വർഗീയവാദിയായി അവർ? ഞാൻ പറയണ കേക്ക്, നിങ്ങൾ ബഹളം ഉണ്ടാക്കിയല്ലേ. നിങ്ങൾ മനഃപൂർവ്വം കൈരളിയും ദേശാഭിമാനിയും എൻ്റെ ബൈറ്റ് അലങ്കോലപ്പെടുത്താൻ വന്നാൽ ഞാൻ പ്രകോപിതനാവില്ല. മുഖ്യമന്ത്രിയെ പോലെ ഞാൻ പ്രകോപിതനാവില്ല. ഞാൻ പറയുന്ന കേക്ക്, അത് കേൾക്ക്, അത് കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കുക. അതായത് ഇവർ വന്നു, അപ്പോൾ മുഖ്യമന്ത്രി ഒരു ദിവസം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഞാനപ്പോൾ വീഡിയോ ക്ലിപ്പ് കാണിച്ചു. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്
അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവർ നല്ല സംഘടനയാണ്, അവർ മതേതര നിലപാടുള്ള സംഘടനയാണെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പിൻവലിച്ചു. അദ്ദേഹം പിന്നെ പറഞ്ഞു RSSുമായിട്ട് ഒരു ബന്ധം ഒരു കാലത്തും ഉണ്ടായില്ലെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ജോണി ലൂക്കോസ് മനോരമയുടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ RSSുമായി ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടില്ല. അതാണ് അവസരവാദം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഞങ്ങൾ തെളിവുകൾ സഹിതം ഞങ്ങൾ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ മതേതരവാദം ഞങ്ങൾ പൊളിച്ചതാണ്. 4 പതിറ്റാണ്ട് ഇവരെ ചുമന്നുകൊണ്ട് നടന്നത്. ഇനി ലീഗ് മതേതരവാദി ആയിരുന്നു, ലീഗ് LDFിലേക്ക് വരില്ല എന്ന് പാണക്കാട് തങ്ങൾ കൃത്യമായി പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ ലീഗ് വർഗീയവാദിയായി. എന്നിട്ട് ബാബറി മസ്ജിദ് പൊളിച്ച കാലത്ത് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ലീഗ് ഭിന്നിപ്പിച്ച് പുറത്തേക്ക് പോയ INL എടുത്തിട്ട് കക്ഷത്തിൽ വെച്ചിട്ടാണ് പിണറായി വിജയൻ നമ്മളെ മുസ്ലിം ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ പറ്റും. അത് വേണ്ട. STPയുടെ കാര്യത്തിൽ സതീശേട്ടൻ പറയുന്നുണ്ട് STPയുടെ വോട്ട് വേണ്ടത്. പക്ഷെ ഇന്നലെ UDFിന്റെ മഞ്ചേശ്വരം സ്ഥാനാർത്ഥി പറഞ്ഞ് STP മതേതര പാർട്ടിയാണെന്നാണ്. അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. UDF ഒരു നിലപാടെടുത്ത് ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തീരുമാനം ഞങ്ങൾ മാറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? അത് UDFിൻ്റെ തീരുമാനമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണി ഇന്ത്യ ചരിത്രത്തിൽ അതുപോലൊരു നിലപാടെടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. ഇപ്പം കണ്ടില്ലേ, കാപട്യം കണ്ടില്ലേ? ആ പിന്തുണ കൊടുത്താൽ എങ്ങനെ വേണ്ടെന്ന് പറയുന്നതാണ് പിണറായി വിജയനും MP ഗോവിന്ദനും ചോദിക്കണത്. എന്നിട്ട് പാർട്ടി കോൺഗ്രസിൽ ഗണ്ഡികയിൽ എഴുതി വെച്ചേക്കുവാണ് തീവ്രവാദ സംഘടനയെന്ന് എഴുതി വെച്ചേക്കുക സ്വന്തം പാർട്ടി കോൺഗ്രസിൽ. ഇനി 77 ഇവരുടെ പിന്തുണയോടുകൂടിയാണ്, ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചു വന്നത്. 77 മാർച്ച് 4-ാം തീയതിയിലുള്ള ദേശാഭിമാനി പത്രത്തിലൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. 77 പത്രം EMS പത്രാധിപരായിരിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ജനസംഘം വർഗീയവാദികളല്ല, മതേതര പാർട്ടിയാണ്. അത് ന്യൂനപക്ഷ വിരുദ്ധരല്ല ജനസംഘം. ഈ കോൺഗ്രസ്സുകാർ വെറുതെ അവരുടെ തലയിൽ അവർ വർഗീയവാദികളാണെന്നും അവർ ന്യൂനപക്ഷത്തിനെതിരാണെന്നും വരുത്തി തീർക്കുകയാണെന്ന് ദേശാഭിമാനിലെ ലേഖനം കൂടി എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. 1977 മാർച്ച് 4-ാം തീയതി ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതാണുള്ള സംവാദത്തിന് വരാത്തത്. സംവാദത്തിന് വന്നു നോക്കാം, അപ്പം ഞങ്ങൾ പറഞ്ഞു തരാതില്ല. മറുപടി അല്ല, FCRI ആക്ട് അതിനു വേണ്ടിയിട്ടാണല്ലോ. തെറ്റായ നടപടികളിലൂടെ വിദേശത്തു നിന്ന് പണം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ FCRI. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊവിഷൻസ് സുരേഷ് ഗോപി ഒന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുക്കാതിരിക്കാം. മനസ്സിലായില്ലേ? ഏത് സമയത്ത് വേണമെങ്കിലും, എന്ത് കാരണത്തിൻ്റെ പുറത്ത് വേണമെങ്കിലും ലൈസൻസ് റിന്യൂവൽ കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ടേക്ക് ഓവർ ചെയ്യാം. ആരാധനാലയം വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാം. അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അവർ തുടങ്ങിയിരിക്കുന്ന ഏത് സ്ഥാപനവും ഗവൺമെൻറ്റിന് ടേക്ക് ഓവർ ചെയ്യാം. അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ്, മൗലികാവകാശങ്ങൾക്ക് എതിരാണ്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് എതിരാണ്. കൊണ്ടുവന്നിട്ട് അങ്ങ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞങ്ങളിത് വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോഴും അതിശക്തിയായി എതിർത്തത് അതുകൊണ്ടാണ്. അന്നും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവർ ചർച്ച് ബില്ലായിട്ട് വരുമെന്ന്. ഇവർ ചർച്ച് ബില്ലും തയ്യാറാക്കുന്നുണ്ട്. FCRI ആക്ടിൽ ഭേദഗതി അപകടകരമായ ഭേദഗതിയാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം, വിദേശ നാണ്യ നിയന്ത്രണ ചട്ടങ്ങളുണ്ടാകണം, നിയമം ഉണ്ടാകണം. അതിലൊന്നും ഞങ്ങളെതിരല്ല. ഞങ്ങൾ കൊണ്ടുവന്നതല്ലേ FCRI ആക്ട്. അത് വേണം, കാരണം വേറെ തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടി, അവരുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു അവതരണമാണ്. അപ്പോൾ സുരേഷ് ഗോപി അതിൻ്റെ പ്രൊവിഷൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അല്പസമയം മുമ്പ് നമ്മുടെ KC വേണുഗോപാലിൻ്റെ ഒരു അഭിമുഖം ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിക്കുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്ന് പറയുന്നത് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ധനലക്ഷ്മി ബാങ്കിലാണ് തിരുവനന്തപുരത്തെ അക്കൗണ്ട് ഉള്ളത്. ധനലക്ഷ്മി ബാങ്കിൽ തന്ന തുക ഉപയോഗിച്ച് ഭൂമി വാങ്ങി. പക്ഷേ ഭൂമി വാങ്ങാൻ മതിയായ തുക അതിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ആ ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഒന്നും ഇല്ലേ? അല്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒരു പ്രോജക്റ്റിൻ്റെ കണക്ക് അവതരിപ്പിക്കുന്ന എപ്പോഴാണ്? ആ പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ. അവിടെ ഞങ്ങൾ സ്ഥലം മേടിച്ച് അവിടെ കെട്ടിടം പണിത് പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ കണക്ക് പറയും. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചതിൻ്റെ കണക്ക് പറഞ്ഞില്ല. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ പയ്യന്നൂരിൽ പൈസ എടുത്തിട്ട് MLAയുടെ നേതൃത്വത്തിൽ, ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈസ മുഴുവൻ അടിച്ചു മാറ്റി. ആ പാവപ്പെട്ട അഭിമന്യുവിൻ്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്തെ വിഷ്ണുവിൻ്റെ രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ചു കഴിഞ്ഞിട്ട് അത് അടിച്ചു മാറ്റിയ ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് വലിയ പോസ്റ്റിൽ വെച്ചു. ഇവിടെ പയ്യന്നൂർ അത് ചോദ്യം ചെയ്ത ആളെ പുറത്താക്കി, കട്ടവനെ ഉള്ളിൽ വെച്ചു.
ഇതാണ് CPM. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ ഇപ്പം അഭിമന്യുവിനെ SDPക്കാർ കൊന്നെന്നാണ് ദേശാഭിമാനി പത്രത്തിലും കൈരളിയിലൊക്കെ പറഞ്ഞത്, മനസ്സിലായില്ലേ? ആ SDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പെറ്റ മകനെ എൻ്റെ റാസാവേ എന്നുള്ള ആ അമ്മയുടെ ഒരു നിലവിളിയുണ്ട്, ചങ്കു പൊട്ടുന്ന ഒരു നിലവിളിയുണ്ട്. ഞങ്ങളൊക്കെ സങ്കടം വന്നാണ് ഒരു കൊച്ചു പയ്യൻ SFI പ്രവർത്തകൻ അവിടെ മരിച്ചപ്പോൾ ചങ്കു പൊട്ടുന്ന ഒരു അമ്മയുടെ നിലവിളിയുണ്ട്. എൻ്റെ റാസാവേ ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ എൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അധികം നിങ്ങൾ നിർത്തി. നിങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടിയില്ല. ഇതാണ് പരിപാടി. കയ്യിലേക്ക് മീറ്റിംഗ് കലക്കാൻ വേണ്ടി അല്ലല്ല, ഞാൻ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ല. ഞാൻ ചൂടാക്കിയിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഗൂഢാലോചന നടക്കില്ല. അത് മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യില്ല.